ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നന്ദിനി ഒരു വലിയൊരു രാജകീയ കുടുംബത്തിലെ, അതായത് ഒരു ജന്മി കുടുംബത്തിലെ ഒരു മകളാണെന്നുള്ള സത്യം, അതായത് നന്ദിനിയുടെ അമ്മ അവരുടെ കുടുംബത്തിലുള്ള ഒരു സത്യം ഇനി ഇന്ദ്രജ അറിയണം കേട്ടോ. അങ്ങനെ ഇരിക്കെ ഇന്ദ്രജയുടെ ഒരു കൂട്ടുകാരി വീട്ടിലോട്ട് വരിക കേട്ടോ. അങ്ങനെ ഇന്ദ്രജക്കാണെങ്കിലോ സൂര്യയില്ലാത്തൊരു നേരമായിരിക്കും. നന്ദിനിയെ വേലക്കാരി എന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്ദ്രജയ്ക്ക് ഇഷ്ടം. അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിൽ അടിപൊളി ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ഈ ഫുഡ് കഴിക്കുമ്പോൾ ആ ഇന്ദ്രജയുടെ കൂട്ടുകാരിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, എന്തൊരു ടേസ്റ്റാണ്. ഈ കുട്ടി ഇവിടുത്തെ ആരാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ പറയണേ ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ് ഇവളെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്നാലും ഒരു വേലക്കാരിയാണെങ്കിലും ഇത്രയും ആത്മാർത്ഥതയോടുകൂടി ഭക്ഷണം ഉണ്ടാക്കലും അതിൻ്റേതായ ആ ഒരു രീതിയിൽ ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഇന്നിപ്പോൾ എത്ര പണം കൊടുത്താൽ ഇങ്ങനെ ഒരു കുട്ടിയെ എവിടെയും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ഇന്ദ്രജയ്ക്ക് കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഓരോ വാക്കുകളും ഇങ്ങനെ പത്മയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ പത്മയ്ക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല. പത്മ എന്ത് ചെയ്യുന്നത്, ഞാൻ ഓഫീസിലോട്ട് പോട്ടെ ഇന്ദ്രജ, ഇവൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഇനി അതിനനുസരിച്ച് സ്വീകരിച്ചോ. എനിക്ക് നിൻ്റെ കൂട്ടുകാരിയെ പറഞ്ഞിട്ട് കാര്യമില്ല, നന്ദിനിയുടെ പുരാണം പറയുന്നത് കേൾക്കാനാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയാം കേട്ടോ. അങ്ങനെ പത്മ പിന്നീട് തൻ്റെ ഓഫീസിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രജയാണെങ്കിലോ ഇങ്ങനെ ഈ വന്ന പാടെ ഇന്ദ്രജയോട് ഈ കൂട്ടുകാരി പറയുന്നുണ്ട്, ഞാൻ എവിടെയോ വെച്ച് കണ്ട ഒരു ഓർമ്മ പോലെ ഈ പെൺകുട്ടിയെ, എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിരിക്കട്ടെ, അതെന്തെങ്കിലും ആവട്ടെ, നീ എവിടെ വെച്ചും കണ്ടിട്ടുണ്ടാവില്ല, അതൊക്കെ പോട്ടെ. ഇപ്പോൾ നീ എന്തായാലും വന്നിട്ടല്ലേ ഉള്ളൂ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. പിന്നെ അതിനെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ അതുകൊണ്ട് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ആവർത്തിക്കുമ്പോൾ അത് കേൾക്കാൻ ഇന്ദ്രജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ ഈ സമയം ഈ പെൺകുട്ടി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടെ ചെയ്യുന്നതിനിടയ്ക്ക് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചും കൊണ്ടിരിക്കുന്നു കേട്ടോ. അയ്യോ, ഞാൻ ഈ പെൺകുട്ടിയെ എവിടെ വെച്ച് കണ്ടൊരു ഓർമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നന്ദിയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ദ്രജയെ, നിൻ്റെ ജീവിതം നല്ല സന്തോഷകരമായ ജീവിതം തന്നെയാണ്, നിൻ്റെ മമ്മിയെ വിട്ടിട്ട് നിനക്ക് വേറൊരു വീട്ടിലോട്ട് പോകേണ്ടി വന്നില്ലല്ലോ. എന്നാൽ ഞങ്ങളുടെയൊക്കെ ജീവിതം പറഞ്ഞാൽ അത് പറയാനില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മമ്മിയെയും ഡാഡിയൊക്കെ വിട്ട് അവിടെ ജീവിക്കേണ്ടിയിരുന്ന, അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല, ഭർത്താവിൻ്റെ അമ്മയും വീട്ടുകാരും ഒക്കെ നല്ലൊരു സ്വഭാവം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയണേ, എൻ്റെ മമ്മി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കാത്ത, മമ്മി എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം നന്ദിനി നല്ലൊരു ഒരു കട്ടനുമായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴും ഈ നന്ദിനി വരുന്നത് കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് ഇന്ദ്രജയ്ക്ക്. അപ്പോൾ ഇന്ദ്രജ ചോദിക്കുകയാണ്, ഇനി എന്തിനാ അങ്ങോട്ടേക്ക് വന്നത്? അത് മാഡം, ഫുഡൊക്കെ കഴിച്ചതല്ലേ, ഒരു ഏകദേശം വൈകിട്ടായി തുടങ്ങിയില്ലേ, ഞാനൊരു കട്ടനായിട്ട് വന്നതാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം അതവിടെ വെച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയാം കേട്ടോ. ഈ സമയം വീണ്ടും ഈ നന്ദിനിയെ ആ പെൺകുട്ടി കാണാനോ, അതായത് ഇന്ദ്രജയുടെ കൂട്ടുകാരി വീണ്ടും കാണുകയാണല്ലോ. അപ്പോൾ ഇന്ദ്രജയുടെ കൂട്ടുകാരി ഇങ്ങനെ കുറച്ച് നേരം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ ചോദിക്കാൻ, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ടോടെ തന്നെ, അതെ, ഞാൻ ഇവളെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ആ ഒരു ഓർമ്മ ഇപ്പോൾ എന്നിലോട്ട് കടന്നു വരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ സമയം നീ വന്നത് മുതൽ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്, ഇവളെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, എവിടെ കണ്ടു, നീ എവിടെ കാണാനാ, ഇതുപോലെ വീട്ടുവേലയ്ക്ക് എവിടെയെങ്കിലൊക്കെ. വീട്ടുവേലൊക്കെ ഒന്നല്ല, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എൻ്റെ മമ്മിയുണ്ടല്ലോ, എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മകളാണ് ഇവളെന്ന് പറയുന്നത് കേട്ടോ. അത് കേട്ടോടെ തന്നെ, എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മകൾ എന്താ ഈ പറയുന്നത്, ഇത് ഇന്ന രാജ്യത്തെ തോട്ടക്കാരൻ്റെ മകളാണ് എന്നൊക്കെയുള്ള സത്യം പറയാൻ കേട്ടോ. ഇവളുടെ മമ്മിയൊക്കെ മരിച്ചു പോയിട്ട് ഒത്തിരിയായി എന്ന് പറയും കേട്ടോ. ആ സമയം ഇവളുടെ മമ്മി മരിച്ചോ, എന്താ ഈ പറയുന്നത്, അതേ എന്ന് പറയാം കേട്ടോ. എന്നാൽ നീക്ക് ചില കാര്യങ്ങൾ അറിയണമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും വേദ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. വേദ കടന്നു വരുന്നത് കൊണ്ട് തന്നെ വേദ അങ്ങനെ, ഹായ് ചേച്ചി എപ്പോഴും ഇവർ വന്നത്, കുറേ കാലമായി ഇവരെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ തമ്മിലുള്ള സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇങ്ങനെ ഈ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, പകുതി വെച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇന്ദ്രജയ്ക്ക് ഇത് കൂടുതൽ അറിയണമെന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയണേ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് പെട്ടെന്ന് വരാം, നമുക്ക് കുറേ കാലമായില്ലേ ഒന്ന് ഒത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് വേദ ഡ്രസ്സ് മാറാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രജ ചോദിക്കുകയാണ്, നീ എന്താ നേരത്തെ പറഞ്ഞത്,
നന്ദിനിയുടെ മമ്മി നിൻ്റെ മമ്മിയുടെ കൂട്ടുകാരിയാണെന്ന് എന്താ ഈ പറയുന്നത്? അതെ, ഞാൻ എൻ്റെ മമ്മിയുടെ ആൽബത്തിൽ ഇവളുടെ അമ്മയെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുട്ടോ. അത് കേട്ട ഉടനെ തന്നെ എന്താ ഈ പറയുന്നത്? ഇവളുടെ അമ്മ ആയിരിക്കില്ല, നീ ഇവളുടെ അമ്മയെ എങ്ങനെ കാണാനാണ്? ഇവിടെ ഇവളുടെ അമ്മയൊന്നും ഇല്ലല്ലോ, നിനക്ക് നിൻ്റെ അമ്മയുടെ അല്ല, ഇതേ മുഖം തന്നെയാണ് എൻ്റെ മമ്മിയുടെ കൂട്ടുകാരിക്ക്. ഈ കുട്ടിയെ അങ്ങ് പകർത്തി വെച്ചതുപോലെ തന്നെയാണ് അതിലിരിക്കുന്നത് എന്ന് പറയട്ടോ. ഈ സമയം നീ എന്തൊക്കെയാണ് പറയുന്നത്? നിൻ്റെ മമ്മിക്ക് ഇങ്ങനെ ഈ തോട്ടക്കാരൻ്റെ അതായത് ഇത്രയും പാവപ്പെട്ട ഒരു കുടുംബവുമായിട്ട് ബന്ധം? അയ്യോ, ആര് പറഞ്ഞു? ഇവർ പാവപ്പെട്ടവരൊന്നല്ല, പഴയ ജന്മിമാരാണ്, രാജകുടുംബമാണ്, ഇവർക്ക് ഏക്കർ കണക്കിന് സ്വത്തുക്കളുണ്ട്, അതൊരു കഥയാണെന്ന് പറയട്ടോ. ആ സമയം വേദ അങ്ങോട്ട് കടന്നു വരികയാണ്. അപ്പോൾ വേദ വരുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ഇന്ദ്രജ ആ സംസാരം നിർത്തുകയാണ്. അങ്ങനെ ആ സംസാരം നിർത്തുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ വേദ ചോദിക്കുക, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? ഒന്നുമില്ല, ഞങ്ങൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറയാണ്. പിന്നീട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അവർ ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ കഥ പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രജയ്ക്ക് കൂടുതൽ അറിയണം എന്നുള്ള ആ ഒരു ആഗ്രഹം തോന്നി തുടങ്ങുകയാണ് കേട്ടോ. പിന്നീട് ഒന്നും നോക്കില്ല, ഇന്ദ്രജ ഇവളെ തേടി പോവുകയാണ്. തൻ്റെ കൂട്ടുകാരിയെ തേടി താൻ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. ഈ സമയം എന്താടി നീ എന്നെ കാണാൻ വന്നത്? അല്ല, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വന്നത് നീ പറഞ്ഞല്ലോ, നന്ദിനിയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് രാജകുടുംബത്തിലെയാണ്, വലിയ സ്വത്തുക്കളുള്ളവരാണെന്ന് എന്തൊക്കെയോ നീ പറഞ്ഞല്ലോ. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിൻ്റെ അടുത്ത് ആ ആൽബം ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഈ സമയവും ഉണ്ടല്ലോ, എൻ്റെ മമ്മിയുടെ ആൽബം ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ആൽബം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ആ ആൽബത്തിൽ നന്ദിനിയെ പോലെ തന്നെ അതേ ഒരു മുഖമായിട്ട് ഈ തൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന കേട്ടോ. പിന്നെ ഈ കഥ മുഴുവനാക്കി എന്ന് പറഞ്ഞ ഉടനെ പറയണം, ഇവർ വലിയൊരു ഒരു രാജകുടുംബത്തെ ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അവർ വലിയ പണക്കാരാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ അമ്മ എൻ്റെയും മമ്മിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവരൊരു ബുദ്ധിമോശം ചെയ്തു. ബുദ്ധിമോശമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ തിരഞ്ഞെടുത്ത് അവരങ്ങ് പോയി. പിന്നീട് അവരെക്കുറിച്ച് ഒരു വിവരമോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരെ തിരക്കിയാണെങ്കിലോ ഇന്നും അവരുടെ ആൾക്കാർ നടക്കുന്നുണ്ട്. എവിടെയാണ് ഇവരെന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ സമയം ഇന്ദ്രജ വേഗം പെട്ടെന്ന് തൻ്റെ മൊബൈലിൽ ഇങ്ങനെ ഫോട്ടോസുകൾ തിരയാൻ കേട്ടോ. നീ എന്തിത്ര വല്ലാതെ തിരയുന്നെന്ന് ചോദിക്കുന്നു. ആ സമയം ഞാൻ നോക്കുന്നത് ഈ പറയുന്ന നന്ദിനിയുടെ ഡാഡിയുടെ ഫോട്ടോ കാണിച്ചു തരാനാണ്. അത് കണ്ടാൽ നിനക്ക് അറിയാമോ, നിൻ്റെ മമ്മിക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേണമെങ്കിൽ എൻ്റെ മമ്മി കുറച്ച് കഴിയുമ്പോഴേക്കും വരും, അപ്പോൾ എൻ്റെ മമ്മിക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറയും കേട്ടോ. ഈ സമയം ശരി, നീ എന്നാൽ നിൻ്റെ മമ്മിക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുക, ഞാനത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തന്നെ ഈ ഇന്ദ്രജയുടെ കൂട്ടുകാരിയുടെ മമ്മി കയറി വരികയാണ്. ആഹാ, ഇതാര് എന്നൊക്കെ ചോദിച്ച് അവർ തമ്മിലുള്ള കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ ആ ഒരു പറച്ചിലും ആ ഒരു ഇതൊക്കെ ആയിട്ടോ. അങ്ങനെ ഈ സമയം എന്തായാലും നിങ്ങൾ ഈ വഴിക്കൊക്കെ വന്നല്ലോ എന്ന് പറയണേ. ഇതേ സമയം ഇന്ദ്രജ വന്നതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് മമ്മി. ഞാൻ മമ്മിയുടെ കൂടെ ഈ നിൽക്കുന്ന ഇവളോ, അപ്പോൾ അവരുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ റീമേക്കിൽ ഒരു പേരായതുകൊണ്ട് ആ പേര് ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല. അങ്ങനെ അവരുടെ പേര് പറയാം, എൻ്റെ പ്രിയ കൂട്ടുകാരിയാണ്, പക്ഷെ ഇവളൊരു ബുദ്ധിമോശം ചെയ്തു. ഇവള് അന്ന് പ്രണയിച്ച് അവൾക്ക് പ്രണയമായിരുന്നു. അങ്ങനെ ഒരു ആർത്തിയോ സ്വത്തിനോടോ അങ്ങനെയുള്ള ഒരു ആർത്തിയൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവളെല്ലാം ഇട്ടെറിഞ്ഞ് ഇട്ടിരുന്ന ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ പോലും വീട്ടിൽ അഴിച്ചു വെച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ പോയി എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ഇന്ദ്രജ ചോദിക്കുകയാണ്, ഇവർക്ക് ഇഷ്ടപ്പെട്ട ആ പയ്യനെ നിങ്ങൾ പിന്നെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സുദേവനെ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് പറയാൻ വാക്കുകളില്ല. സുദേവനോ? അതെ, സുദേവനെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അങ്ങേര് ഒരു പാവം മനുഷ്യനാണ്. അങ്ങേർക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങേരും വെറും പച്ചയായ ഒരു മനുഷ്യൻ എന്ന് തന്നെ പറയാം. ഇത്രയും വലിയൊരു കുടുംബത്തിൽ നിന്നും ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചു എന്ന് കരുതി പിന്നീട് അത് അന്വേഷിച്ച് വരികയോ അവരുടെ സ്വത്തുക്കൾ വേണമെന്ന ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഇതാണെന്ന് ഈ പറയുന്ന എൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ദേഹത്തുണ്ടായിരുന്ന
ആഭരണങ്ങൾ പോലും അഴിച്ചു വെച്ച് വരണം എന്നായിരുന്നു സുദേവൻ ആഗ്രഹിച്ചത്. നിന്നെ മാത്രം മതി എന്നായിരുന്നു. പക്ഷേ അന്ന് ഈ പറയുന്ന എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടുകാർക്ക് ഈ സുദേവൻ്റെ നന്മ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർക്ക് നന്മകളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ സുദേവനെയും അതുപോലെ തന്നെ അവരുടെ മകളെയും എൻ്റെ കൂട്ടുകാരി ഒരുപാട് അന്വേഷിച്ചു. അതായത് നന്ദിനിയുടെ അമ്മയെ ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അവിടെ എങ്ങോട്ടാണ് പോയത് എന്തൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വിഷമമാണ് ഇന്നും ഈ പറയുന്ന അവൾക്ക് വേണ്ടി എത്രയോ കോടിക്കണക്കിന് സ്വത്തുക്കൾ അവൾക്ക് വേണ്ടി അവളുടെ വീട്ടുകാർ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവരുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ പേരിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നന്ദിനിയെ തേടി ആ സൗഭാഗ്യം എത്തുകയാണെന്ന് ഇന്ദ്രജക്ക് മനസ്സിലാവുകയാണ്. പിന്നീട് ഇന്ദ്രജ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കണേ. ഒന്നുമില്ല എന്ന് പറയണേ. എന്തായാലും നീ ഇത് ആരോടും പുറത്ത് പറയരുത്, നിൻ്റെ മമ്മിയോടൊന്നും ഇത് പറയരുത്, ഇവരുടെ മകള് എൻ്റെ വീട്ടിൽ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന സത്യം നീ പറയരുത്. ഇല്ലടി ഞാൻ ആരോടും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈ സമയം ഇന്ദ്രജ പിന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വരാ ഇവള് ഇത്രയും വലിയൊരു രാജകുടുംബത്തിൽ അതായത് ജമ്മി കുടുംബത്തിലൊരു പേരക്കുട്ടിയാണെന്നുള്ള സത്യം എൻ്റെ മമ്മി അറിഞ്ഞാൽ തീർച്ചയായും മമ്മി ഇവളെ മരുമകളായി സ്വീകരിക്കും. അത് പാടില്ല, ഇത് ഞാൻ മറച്ചു വെക്കണം, ഒരിക്കലും അത് വെളിയിൽ വരാൻ പാടില്ല, വെളിയിൽ വരരുത് എന്ന് ഇന്ദ്രജ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയൊരു സത്യം ഇനി വെളിയിൽ വരാനുണ്ട്, കുറച്ചൊക്കെ കഴിയണം, ഒത്തിരി കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് കേട്ടോ.